ഇളങ്കന്തുപുഴ ഗ്രാമപഞ്ചായത്തിലെ 3, 6, 7, 8 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കർത്തയിടത്തെയും മാലിപ്പുറം ഭാഗത്തുള്ള റെസിഡൻസുകളുടെ കൂട്ടായ്മയായ കെയറിന്റെയും കർത്തയിടത്തെ വാട്സാപ്പ് കൂട്ടായ്മയായ സിറ്റിസൺ ഫോറത്തിന്റെയും നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സംഗമം നടത്തി. കർത്തയിടം റൂറൽ കോഓപ്പറേറ്റീവ് സുവർണ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ കെയർ ചെയർമാൻ CX സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ചർച്ച നയിച്ചു. ഒന്ന് പ്രധാനമായിട്ടും ഈ ഫണ്ട് എങ്ങനെയാണ് നിങ്ങൾ വിനിയോഗിക്കാൻ പോകുന്നത്? 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെയുള്ള സമയമാണ് ഒരാൾക്ക് നമ്മളോട് നിശ്ചയിച്ചിട്ടുള്ളത്. 5 മിനിറ്റിൽ ഒതുക്കാൻ ശ്രമിച്ചാൽ നല്ലത്, അല്ലെങ്കിൽ 7 മിനിറ്റ് വരെ പരമാവധി പോകാം. ഫണ്ട് ഇപ്പോൾ CSR ഫണ്ട് ഉണ്ടാകും, MLA ഫണ്ട് ഉണ്ടാകും, MP ഫണ്ട് ഉണ്ടാകും. അങ്ങനെയുള്ള ഫണ്ട് ഉപയോഗിച്ച് എന്ത് വികസന പ്രവർത്തനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഇവിടെ അറിയിക്കാം. അതുപോലെ പുതിയ പദ്ധതികൾ എന്താണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കാം. റോഡ് കാണാൻ, അങ്ങനെ പൊതുവായ മറ്റു വിഷയങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ പറയാം. പിന്നീട് പ്രത്യേകമായിട്ട് കൃഷി, ആരോഗ്യം, മാർക്കറ്റ്, പാർക്കിംഗ് സൗകര്യത്തിലുള്ള ഒരു മാർക്കറ്റ്, അതുപോലെ കായൽ തീരം സംരക്ഷണം ഉൾപ്പെടെ കാര്യങ്ങൾ, അതുപോലെ ടൂറിസം. ഇപ്പോൾ കേരളത്തിലെ 66 പഞ്ചായത്തുകളിൽ എറണാകുളം ജില്ലയിലെ 10 പഞ്ചായത്തുകൾ CRZ 2 ഉൾപ്പെട്ടതിൽ ഒരെണ്ണം ഇടങ്ങുന്നപ്പുഴ പഞ്ചായത്താണ്. നിങ്ങൾക്കറിയാം. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് ടൂറിസം സാധ്യതകൾ ഇവിടെയുണ്ട്. അതിനപ്പുറത്ത് ഒരു വലിയൊരു മേഖല ഇവിടെ ഭൂമി സംബന്ധിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ തദ്ദേശവാസി ആയതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങളുടെ ഭൂമി ഈ CRZ പരിധിയിലാണെങ്കിൽ കൂടി അവിടെ പഞ്ചായത്തിന് പെർമിറ്റ് തരാം. 300 സ്ക്വയർ മീറ്റർ വരെയുള്ള വീട് ഒരു തദ്ദേശവാസി കായലിന്റെ പരിധിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നിർമ്മാണ നിരോധിത മേഖലയാണെങ്കിലും പഞ്ചായത്തിന് അനുവാദം തരാം. പക്ഷെ കേരളത്തിൽ ഒരു പഞ്ചായത്ത് അത് കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളെപ്പോലെ ആളുകൾ ജയിച്ചു വരുമ്പോൾ നിയമം അനുവദിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം കൊടുത്തു തുടങ്ങാൻ ഇളങ്കന്തുപുഴ പഞ്ചായത്തിന് കഴിയട്ടെ. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. വേസ്റ്റ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാം. ഇതാണ് പ്രാരംഭമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കൺവീനർ പ്രമോദ് മാലിപ്പുറം, കെയർ ചെയർമാൻ സേവ്യർ നരിക്കുന്നത്ത്, സെബാസ്റ്റ്യൻ കുരിശിങ്കൽ, കെയർ കമ്മിറ്റി അംഗം അനക്സ്, രക്ഷാധികാരി ജോർജ് മങ്ങാട്ട്, കമ്മിറ്റി അംഗങ്ങളായ ആൽവിൻ വലിയ വീട്ടിൽ, മേരിദാസ് പറമ്പിലോത്ത്, ജോൺ ഫി എന്നിവർ നേതൃത്വം നൽകി.